മര്യാദക്ക് മാറുന്നതാ നല്ലത്. നിന്റെ അഴിഞ്ഞാട്ടം ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. അയ്യോ നീ ചൊല്ലി നമുക്ക് ബലാലിങ്ങള് നമ്മുടെ സ്വാമനെ തന്നെ കണ്ട് വളർന്ന നമ്മൾ വരണ്ടാ. പാർവചേച്ചിയുടെ മോളെ പഴയ വീട് ഒഴുകിപ്പോയി. എല്ലാരും രക്ഷപ്പെട്ടു കളഞ്ഞു. കാര്യമായിട്ടൊന്നും സൽക്കരിക്കാൻ പറ്റിയില്ല. ആ സാരമില്ല. നിങ്ങളെങ്ങോട്ട് കയറി വരിന്ന് പുറകെ കൊണ്ടുവിടാം. ആ ലക്ഷ്മി, എല്ലാം കഴിഞ്ഞിട്ട് എത്ര ദിവസങ്ങളായി. ഇനി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാലെ കൊണ്ട് മയ്യത്തായർ തിരിച്ചു വരുക. ജനനവും മരണവും എല്ലാം പടച്ചമ്പരാന്റെ നിശ്ചയങ്ങളാണ്. ശപിക്കപ്പെട്ടവളായി ഞാൻ കാരണമാണ് എന്റെ അമ്മ മരിച്ചത്. ഞാൻ എത്ര പറഞ്ഞിട്ടും സോമേട്ടന് മനസ്സിലായില്ല. എന്നെ ആരും സ്നേഹിക്കരുത്. ലക്ഷ്മി, എന്തു വന്നാലും നിന്നെ ഞങ്ങൾ വിവാഹം കഴിക്കും. എനിക്ക് ബന്ധുവായി നീയും നിനക്ക് ബന്ധുവായി ഞാനും മാത്രമേ ഈ ലോകത്തുള്ളൂ. മരിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. അങ്ങനെ പറയും ലക്ഷ്മി. ഞമ്മക്ക് പെങ്ങന്മാരില്ല, നീ നമ്മടെ പെങ്ങളാണ്. നിങ്ങളുടെ നിക്കാഹ് നമ്മൾ നടത്തുന്നുണ്ട്. എനിക്ക് ആകെ ഭയമാവുന്നു. മനുഷ്യത്വം ഇല്ലാത്ത ആളുകളുടെ ഇടയിൽ നീ ഒറ്റയ്ക്ക് താമസിക്കുന്നില്ല എനിക്ക് ഭയം. വളരെ ശരിയാണ്. ഒരു കാര്യം ചെയ്യാം, കുറച്ച് നാളത്തേക്ക് ലക്ഷ്മിക്ക് കൂട്ടായിട്ട് പപ്പനോട് നിർത്താം. അപ്പൊ നമ്മള് സ്റ്റാൻഡിലോട്ട് പോട്ടാ. മൊയ്തുക്ക, ഞാനും വരുന്നു. ലക്ഷ്മി, ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം. ദേവി, മാപ്പ് തരണമേ. അവിടുത്തെ ശക്തി എന്താണെന്ന് അടിയന് മനസ്സിലായമ്മേ, മനസ്സിലായി. പട്ടിണി കിടന്ന് മരിച്ചാലും ഞാനിനി ആരെയും ദ്രോഹിക്കില്ലമ്മേ. മൊയ്തുക്ക വരുന്നു. അപ്പൊ ഊണും കഴിഞ്ഞ് കയ്യും കഴിയല്ലേ? ഇക്കായുടെ കാര്യം അങ്ങ് മറന്നെന്ന് പറ. ഞാൻ ഇക്കയെ ഓർത്തോണ്ട് തന്നെ ഊണ് കഴിച്ചത്. എവിടെ ആയിരുന്നു? മൊയ്തുക്കരെ കണ്ടിട്ട് 2-3 ദിവസം ആയല്ലോ. ഓണക്കാലായതുകൊണ്ട് വണ്ടിക്ക് നല്ല ഓട്ടോ. ഓടാ നമുക്ക് ഓള് എന്റെ തലയ്ക്ക. ലക്ഷ്മി, ഇന്ന എന്താ മൊയ്തുക്ക? എനക്ക് ഓണക്കോടി.
കഴിഞ്ഞ കൊല്ലം വരെ ഓണം വന്നാലും പെരുന്നാൾ വന്നാലും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനെ കൊണ്ട് എനിക്ക് ആരുമില്ലായിരുന്നു. ഇപ്പൊ എനിക്കൊരു പെങ്ങളുണ്ട്. ഓൾക്ക് ഒരു ഓണക്കോടി. മൊയ്തുക്ക വളരെ നന്നായിരിക്കുന്നു. പപ്പ, ഇത് അനക്ക്. എനിക്കില്ലേ? എനിക്ക് നിനക്ക് എന്നാടാ ഓണക്കോടി? അല്ലെങ്കിൽ തന്നെ ഇസ്ലാങ്ങൾ ഓണക്കോടി കൊടുക്കൂ. എടാ, ഓണം എല്ലാവർക്കും ഒരുപോലെ അല്ലേടാ? ആ, ഇവന്റെ നാട്ടിലെ ഓരോ ജാതിക്കും ഓരോ ഓണം. സോമ, ഞാൻ എറണാകുളം വരെ ഒന്ന് പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ എസ്റ്റേറ്റുകളെല്ലാം തൊഴിലാളികൾ കൂടി പങ്കുള്ള ഒരു ട്രസ്റ്റിന് കീഴിലാക്കണം. അതിന് വക്കീലുമായിട്ട് വിശദമായി ഒന്ന് ആലോചിക്കണം. അതുവരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളണം. ശ്രീധരന്റെ കാര്യം ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല മുതലാളി. ആള് വളരെ മര്യാദക്കാരനായി പോയി. പോട്ടെ മോളെ. മുതലാളി സമാധാനമായിട്ട് പോയിട്ട് വരണം. അതെ ചാ, ഇപ്പൊ എന്നോട് വളരെ സ്നേഹത്തിലൊക്കെയാണ് പെരുമാറുന്നത്. നിങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ ഇട വന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷം. പോട്ടെ മോളെ, ശരി ചാ. വണ്ടി വിടും. ഞാൻ വരട്ടെ. ശരി. സാവിത്രി, അമ്മാവന് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നാണോ? എറണാകുളത്തേക്ക് ഞാൻ പോകാമായിരുന്നു. നമ്മൾ സ്നേഹത്തിലായെന്നറിഞ്ഞ് അച്ഛൻ എത്ര സന്തോഷത്തോടെയാണ് യാത്രയായത്. അമ്മാവന്റെ ഓരോ ഉപദേശവും എത്ര വിലപ്പെട്ടതായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അമ്മാവന്റെ മരണത്തിൽ നിന്നെക്കാൾ കൂടുതൽ ദുഃഖിക്കുന്ന ഞാനാണ്. ഈശ്വര, അമ്മാവൻ സംഭവിച്ച അപകടം എനിക്ക് വരാമായിരുന്നല്ലോ. ആ, എല്ലാം ഈശ്വരന്റെ വിധി പോലെ നടക്കും. എല്ലാം പറഞ്ഞു തീർന്നല്ലോ. സ്വാമിട്ടൻ എന്റെ കൂടെ പിറക്കാത്ത സഹോദരനാണെന്ന് അന്നെന്റെ അച്ഛൻ എന്നോട് പറയുമായിരുന്നു. ഞാനും അത് വിശ്വസിച്ചു. പക്ഷെ ചേർത്ത് വെക്കുന്ന ബന്ധങ്ങളൊന്നും ശാശ്വതമല്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. സോമേട്ടൻ പോയിക്കൊള്ളു. സാവിത്രി കുഞ്ഞെ, അച്ഛൻ മരിച്ചു പോയെങ്കിലും എനിക്ക് സഹായത്തിന് സോമേട്ടനെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. സാവിത്രി കുഞ്ഞെ, ഞാൻ എതിർത്തില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പോകരുതെന്ന് പറയാൻ എനിക്കെന്ത് അധികാരം? സോമേട്ടനെ നിയമിച്ചത് അച്ഛനല്ലേ? സന്തോഷത്തോടെ പോയിക്കൊള്ളൂ. സന്തോഷം. സാവിത്രി കുഞ്ഞിനെ ഓർക്കുന്നുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് കള്ളനെന്ന് മുദ്രയടിച്ച് ഈ വീട്ടിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട സോമനെ. മുതലാളി, ഞാൻ ഇന്ന് വരെ മുതലാളിയുടെ വീട്ടിൽ കാര്യസ്ഥനായി ജോലി നോക്കി. എന്റെ മോനെ മോഷ്ടിക്കാൻ പഠിപ്പിച്ചത് ഇവനല്ലാതെ ആരും ആ മുറിക്കാത്ത കാര്യത്തില്ല മുതലാളി. എന്നാ ഇവനറിയാതെ മാലയും പോയിട്ടില്ല. മതിയായടാ, പോടാ, എവിടെയെങ്കിലും പോയി കൊലഞ്ഞു പോകും. എന്റെ കണ്ണു മുമ്പിൽ നിന്നെ ഇനി കണ്ടുപോരുത്. പോകാനല്ലേ പറഞ്ഞത്? പോടാ. അഭിമാനിയായ എന്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചു. പാവങ്ങളായ ഞങ്ങൾക്കാകെയുള്ള കൈമുതൽ സത്യസന്ധതയാണെന്ന് വിവരം ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഞാൻ ആരാണെന്ന് കുറിപ്പ് അദ്ദേഹത്തെ അറിയിക്കണമെന്ന് വാശിയോടെ മടങ്ങി വന്നവനെ. പക്ഷേ അതിനുമുമ്പ് എന്നെ തോപ്പിച്ചിട്ട് അദ്ദേഹം പൊയ്ക്കളഞ്ഞു. ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല, ലക്ഷ്യമില്ല. സോമേട്ട, അത് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായി ഒരു സംഘം കള്ളന്മാരുടെ ഇടയ്ക്ക് അച്ഛൻ വീർപ്പുമുട്ടുകയായിരുന്നു. അച്ഛൻ രക്ഷപ്പെട്ടു. പക്ഷേ എന്നെ അവരുടെ ഇടയിലേക്ക്
വലിച്ചെറിഞ്ഞിട്ട് സോമേട്ടനും പോയിക്കോളൂ. അന്ന് സോമേട്ടനെ കള്ളനാക്കിയതിൽ ഒരു പങ്ക് എനിക്കും ഉണ്ടല്ലോ. ഞാനും ഇത് അനുഭവിക്കണം. പോയിക്കോളൂ സോമേട്ട. ഞാനിവിടെ വന്നാൽ ഇനി പല കുഴപ്പങ്ങളും ഉണ്ടാവും. കുഞ്ഞും അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്നും പറയണ്ട. സോമേട്ടന് പകരം വീട്ടാൻ പറ്റിയ സമയം ഇതാണ്. പൊയ്ക്കോളൂ. സാവിത്രി കുഞ്ഞിനെ തെറ്റിദ്ധരിക്കരുത്. ഇത് പകരം വീട്ടിലല്ല. സോമേട്ടൻ പോയാലും അന്യത്തി സുഖമായിട്ട് ജീവിക്കുന്നത് കാണാൻ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരണം. ഇത്ര നല്ലവരായവരുടെ ഇടയിൽ എനിക്ക് അത്ര സന്തോഷമായിരിക്കും. സാവിത്രി കുഞ്ഞെ കരയാതിരിക്കും. ഒരു അനിയത്തിയോടുള്ള കടമ ഈ ചേട്ടൻ നിർവഹിക്കും. അതുവരെ ഇവിടെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. സത്യം.